നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജീവനും രാഗിയും വരുമ്പോൾ അവിടെ ലളിതാമ്മയെ കാണുന്നില്ല. ഉടനെ ജയരാമനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ജയരാമൻ്റെ അടുക്ക് രാഗിയും ജീവനും കൂടെ പറയാട്ടോ ചെയ്യുന്നത്. അമ്മ എവിടെയുണ്ടെന്ന് മര്യാദയ്ക്ക് പറഞ്ഞില്ലേ, നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അമ്മയെ ഞങ്ങൾ ആരും ഇവിടോട്ട് മാറ്റിയിട്ടില്ലായിരുന്നു, ഞങ്ങൾക്കൊരു വിവരവും അറിഞ്ഞുകൂടാന്ന് ജയരാമൻ പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് ഗീത പറയുന്നുണ്ട്, രാജേന്ദ്രൻ തന്നെയായിരിക്കും അമ്മയെ മാറ്റിയിരിക്കുന്നത്, ഇത് രാജേന്ദ്രനല്ലാതെ മറ്റാരും ചെയ്യില്ല എന്ന് പറയുന്നു. എന്തായാലും തന്ത്രത്തിൽ ആ വിവരം അറിഞ്ഞ് വിളിച്ച് പറയാമെന്നും പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാജേന്ദ്രൻ എത്തുമ്പോൾ ജയരാമനും ഗീതയും പൊട്ടിത്തെറിക്കാട്ടോ ചെയ്യുന്നത്. നിൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും നിന്നിട്ട് ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും, അമ്മ എങ്ങോട്ടാടാ നീ മാറ്റിയത്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഈ ഏട്ടന് ഇത് എന്താ പറ്റിയത്, തലയ്ക്ക് വെളിവില്ലാതായോ എന്ന് ചോദിക്കുന്നു. അമ്മ ഇവിടെ കാണുന്നില്ല, നീ അറിയാതെ വേറെ എവിടേക്കും അമ്മ പോകത്തില്ല, നീ തന്നെയാണ് അമ്മയെ മാറ്റിയത്, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്നു. ഇത്രയ്ക്ക് വലിയൊരു ദ്രോഹം നീ എന്തിനാടാ ചെയ്തത്, അമ്മ എങ്ങോട്ടാടാ മാറ്റിയത് ജയരാമൻ ചോദിക്കട്ടോ ചെയ്യുന്നത്. അപ്പോഴാണ് രാജേന്ദ്രന് കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ഞെട്ടലോടുകൂടി രാജേന്ദ്രൻ അകത്ത് പോയി അമ്മയുടെ റൂമിലൊക്കെ പരിശോധിക്കുന്നു, അമ്മയുടെ മരുന്നുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ പല മരുന്നുകളും അവിടെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഡ്രസ്സുകളൊക്കെ നോക്കുന്നു, ഡ്രസ്സുകളും ഒന്നും കാണുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ഗീതയും ജയരാമനും അന്തം വിട്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജേന്ദ്രനല്ലേ അമ്മയെ കൊണ്ടുപോയത്, പിന്നെ ആരായിരിക്കും കൊണ്ടുപോയെന്നുള്ള ധാരണയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗീതയും ജയരാമൻ്റെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാനാവാതെ നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ രാജേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സറിവോട് കൂടിയല്ലേ ഇത് സംഭവിച്ചിരിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടില്ല, ഞാൻ നിങ്ങളെ ഇനി എന്ത് പറഞ്ഞിനി വിശ്വസിപ്പിക്കും, ഞാനല്ല അമ്മയെ മാറ്റിയത്, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന്, അമ്മ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്നും അമ്മയെ ആരാ കൊണ്ടുപോയെന്നും ഞാൻ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ചെയ്തത്. കുഴപ്പത്തിലേക്കാണെന്ന് ഗീത ജയരാമനോട് പറയുന്നുണ്ട്. രാജീവത്തിലേക്കായിരിക്കും രാജേന്ദ്രൻ പോകുന്നെന്നും. പക്ഷേ രാഗിയും രാജീവനും അമ്മയെ കണ്ടിട്ടില്ലല്ലോ, ഇവൻ ഇത് എന്തൊക്കെയാണോ എന്തോ കാട്ടിക്കൂട്ടാൻ പോകുന്നത്, ഇതിൽ ആരാണോ എന്തോ സത്യം പറയുന്നത്, ആരാണോ കള്ളം പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ജയരാമനും പറയുന്നു. പിന്നീട് രാജേന്ദ്രൻ നേരെ രാരീരത്തിലേക്ക് വച്ചു പിടിക്കുന്നു. അവിടെ രാരീരത്തിലേക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് എത്തുക കേട്ടോ ചെയ്യുന്നത്. അവിടെ രാഖി രാജീവനോട് പറയുന്നുണ്ട്, നമുക്ക് ആരോടും വാശിയും വൈരാഗ്യവും ഒന്നും വേണ്ട, കൊച്ചേട്ടൻ വഴക്കിന് വന്നാലും രാജീവേട്ടൻ വഴക്കിനൊന്നും പോകണ്ട, നമുക്ക് സന്തോഷവും സമാധാനവുമായിട്ട് ഇനി അങ്ങോട്ട് ജീവിക്കണം, അല്ലാതെ വഴക്കും വക്കാണോ ഒന്നും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ രാജീവൻ രാഖിയോട് പറയുന്നുണ്ട്, നമ്മുടെ അടുക്കലേക്ക് ശത്രുതയുമായിട്ട് വന്നാൽ നമ്മൾ അവരെ ശത്രുവായിട്ട് തന്നെ കണക്കാക്കണം രാഖി, അല്ലാതെ അവരെ സ്നേഹിക്കാൻ പോയിട്ട് ഒരു കാര്യവുമില്ല, ശത്രുവിനെ സ്നേഹിച്ചിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ രാജീവൻ വന്ന് നോക്കുമ്പോൾ രാജേന്ദ്രൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാജീവന് മനസ്സിലാവുന്നുണ്ട്, ഇത് മിക്കവാറും വഴക്കുണ്ടാക്കാൻ വന്നതായിരിക്കുമെന്ന്, ഒരു നടക്കൊന്നും രാജേന്ദ്രൻ പോകുന്ന ലക്ഷണമില്ല എന്ന്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും നടക്കുക കേട്ടോ ചെയ്യുന്നത്. പിടിയും വലിയൊക്കെ നടക്കുന്നു. രാജേന്ദ്രൻ രാജീവനെ കൈ വീശി അടിക്കാൻ നോക്കുന്നു. പക്ഷേ രാഖി എൻ്റെ ഇടയിൽ വന്ന് പെടുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നല്ലൊരു എമ്മണ്ടൻ അടി രാഗിക്ക് തന്നെ ഏൽക്കുക കേട്ടോ ചെയ്യുന്നത്. രാഗി കറങ്ങി അടിച്ച് അവിടെ ബോധം കെട്ടങ്ങ് വീഴാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ രാഗിക്ക് ഒരു അസുഖമുണ്ട്, അപ്പോൾ ആ അസുഖത്തിൻ്റെ തീവ്രതയും കൂടെ വരിക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാഗി വീഴുന്നത് കാണുന്നത്, അല്ലെങ്കിൽ രാഗിയെ രാജേന്ദ്രൻ അടിച്ച് വീഴ്ത്തിയത് കണ്ടിട്ട് കുട്ടികളെല്ലാം ഞെട്ടി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. സത്യത്തിൽ രാജീവന് വേണ്ടി അടിച്ച അടിയാണ് രാഖി ഇടയിൽ വരുന്നോണ്ട് പെടുന്നത് കേട്ടോ. പെട്ടെന്ന് രാജേന്ദ്രൻ ആകെ പകച്ചു പോകുന്നുണ്ട്, പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനും നോക്കുന്നുണ്ട് കേട്ടോ. രാഖിയുടെ ബോധം പോകുന്ന, മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ തുളസി പറയുന്നു, ദേ സാറേ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു, ദേ എന്ത് ചെയ്യും, രാഖി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും രാഖിയെ അടിച്ചു വീഴ്ത്തി രാജേന്ദ്രൻ എന്ന് തന്നെ പറയണം. ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് രാജീവന്, ഡാ എന്ന് വിളിച്ചുകൊണ്ട് അലറുന്നുണ്ട് രാജീവൻ. പക്ഷേ രാഖിയുടെ അവസ്ഥ കണ്ടിട്ട് അപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുമില്ല, രാഖി ഇട്ടിട്ട് പോകാനും പറ്റുന്നില്ല കേട്ടോ. രാഖി എന്ന് വിളിച്ച് അലറുക ചെയ്യുന്ന രാജീവൻ. രാജേന്ദ്രനാണെങ്കിൽ കിട്ടിയ തക്കത്തിന് ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലായിട്ട് അവിടെ നിന്ന് മുങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രാഖിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാഖിയുടെ ഇപ്പോഴത്തെ അസുഖ വിവരവും രാജീവൻ അറിയാനായിട്ട് ഇടവരുന്നത് കാണാം കേട്ടോ.